മഴതോരും മുൻപേ സീരിയലിൻ്റെ സംഭവബഹുലമായ വരാൻ പോകുന്ന എപ്പിസോഡുകളുടെ റിവ്യൂ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ ആരൊക്കെ ശ്രമിച്ചിട്ടും രോഹിത്തിനെയോ ഹരിശങ്കറിനെയോ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ജാമ്യാപേക്ഷ തീർത്ത് തള്ളി കോടതി അവർക്ക് 4 പേർക്കും 14 ദിവസത്തെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട്. കോടതിയിൽ നിന്നും രോഹിത്തിന് ജാമ്യം കിട്ടില്ലെന്നറിഞ്ഞ അലീന വല്ലാതെ തന്നെ നിരാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധനിലൂടെയാണ് അലീന കാര്യങ്ങളൊക്കെ അറിയുന്നത്. വക്കീൽ കൈമലർത്തി 14 ദിവസം കഴിഞ്ഞാലും ആ പെൺകുട്ടിയുടെ മൊഴി കിട്ടാതെ ഒരിക്കലും രോഹിത്തിനെ രക്ഷിക്കാനാവില്ല. 4 പേരും കൂടെ ചേർന്ന് ആ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു. എങ്ങനെ അവനെ മാത്രം നമുക്ക് രക്ഷിക്കാൻ കഴിയും? അവർ 4 പേരും പ്രതികളാണ് എന്നെല്ലാം ഗോവർദ്ധൻ പറയുമ്പോൾ, എന്നാലും അങ്ങളെ രോഹിത് ഒരിക്കലും ഒരു കാര്യം സ്വയം ചെയ്യാൻ കഴിയില്ല. അവൻ്റെ സ്വഭാവം വെച്ച് ഞാൻ അതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നുമില്ലെങ്കിൽ അവൻ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ അത് കാരണം അവൻ മദ്യപിച്ച് മറ്റെവിടെയെങ്കിലുമൊക്കെ ചുരുണ്ടുകൂടിയിട്ടുണ്ടാവും. ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാനായിട്ട് അവനൊരിക്കലും ഉണ്ടായി കാണില്ല. അവൻ വീട്ടിൽ വന്നപ്പോഴും വളരെ മനപ്രയാസത്തോടെയാണ് ഇങ്ങോട്ട് വന്നത്. അവൻ്റെ അവസ്ഥ ഒന്ന് കാണണമായിരുന്നു. വളരെയധികം മദ്യപിച്ച രീതിയിലാണ് രോഹിത്തിനെ ഞാൻ അന്ന് കണ്ടത് എന്നെല്ലാം അലീന പറയുമ്പോൾ, അത് നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റൂ മോളെ, തെളിവുകളൊന്നും ഇല്ലല്ലോ. അവൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? 14 ദിവസം അത് കഴിഞ്ഞിട്ട് നോക്കാം. എന്തായാലും നല്ലൊരു വക്കീലിനെ ഒന്നുകൂടി കണ്ടിട്ട് സംസാരിക്കാം എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഗോവർദ്ധൻ. രോഹിത്തിനോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കായിരുന്നു. അതിനെങ്ങനെ പറ്റും? രോഹിത്തിനെ കാണാൻ പോലും അവരവിടെ അടുപ്പിക്കുന്നില്ല. അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ പോലീസുകാരുടെ ചീത്ത വിളികളും രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടി ഇളകി നിൽക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ എല്ലാവരും അവളുടെ ഭാഗത്താണ്. 4 ചെറുപ്പക്കാർ ഏത് നിമിഷവും ആരും എന്തും ചെയ്യുന്ന നിലയിലാണ് എന്ന് പറയുന്നുണ്ട്. ഇനി എങ്ങനെ രോഹിത്തിനോട് സംസാരിച്ച് ആ വിഷയം മനസ്സിലാക്കും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുന്നുണ്ട് കേട്ടോ അലീന. അങ്ങനെ രേവതിക്കുട്ടിയുമായിട്ട് അലീന ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മോളുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. മാമച്ചൻ അങ്കിളിന് ആരെയെങ്കിലും പരിചയമുണ്ടോ? അവരുടെ ബന്ധുവോ കുടുംബക്കാരോ ആരെങ്കിലും DYSPയോ പോലീസ് ഓഫീസറോ ആരെങ്കിലും ഒക്കെയാണോ എന്നെല്ലാം അലീന ചോദിക്കുമ്പോൾ, എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അല്ല, രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതല്ലേ, ഇതുവരെ ആർക്കും ഒന്ന് കാണാനോ രോഹിത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനോ കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം അലീന പറയുമ്പോൾ, അതെന്തിനാ ചേച്ചി അറിയുന്നത്? ആ 4 പേരും കൂടിയല്ലേ ആ പെൺകുട്ടിയെ അത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചത് എന്ന് രേവതി പറയുമ്പോൾ, മോളെ എങ്ങനെ നമുക്ക് അവനെ തള്ളിക്കളയാൻ പറ്റും? ഒരിക്കലും അവൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാനുള്ള കഴിവില്ല, അത് ഉറപ്പാണ്. അവനെ ഹരി എന്തൊക്കെയോ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയതാണ്. പക്ഷേ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ അവൻ കൂട്ടുനിന്നിട്ടുണ്ടാവില്ല. അവനെപ്പോലെ ഭയമുള്ളവൻ വേറെ ആരും ഉണ്ടാവില്ല. എനിക്ക് അറിയില്ല അവനെ എന്നെല്ലാം അലീന പറയുമ്പോൾ, പക്ഷേ ഇതൊക്കെ ചേച്ചിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. പോലീസുകാരൊരിക്കലും ഇതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും അവനോടൊന്ന് സംസാരിച്ചേ പറ്റൂ. ആ വിഷമത്തിലാണ് ഞാൻ. അവിടെ ആർക്കെങ്കിലും ഇവിടെ ആർക്കും അതിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ അച്ഛനാണെങ്കിൽ തീരെ വയ്യെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗോവർദ്ധൻ അങ്കിളിലാണെങ്കിൽ പരമാവധി ശ്രമിച്ചു. മനുവേട്ടനെ പോലും ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാനൊന്ന് അങ്കിളുമായിട്ട് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി. അങ്ങനെ രേവതി കുട്ടി മാമച്ചനോടും ഗ്രേസാമ്മയോടും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗ്രേസാമ്മ പറയുന്നുണ്ട്, അതെങ്ങനെ? ഇതൊരു നാറ്റ കേസല്ലേ, ഇതിലെങ്ങനെ ഇടപെടും? 4 ചെറുപ്പക്കാരാണ് ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തിയത് എന്ന് പറയുമ്പോൾ, എന്നാലും അങ്കിളെ, അലീന ചേച്ചിയുടെ ആങ്ങളയല്ലേ രോഹിത്ത്, ഒരു തെറ്റും ചെയ്യില്ലെന്നാണ് ചേച്ചി പറയുന്നത്. ആ ഹരിശങ്കറാണ് രോഹിത്തിനെ എല്ലാ നാശത്തിലും കുഴപ്പത്തിലും കൊണ്ടുപോയി ചാടിക്കുന്നത്. അയാൾ പറഞ്ഞുകൊണ്ടായിരിക്കും രോഹിത്ത് പോയിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, അല്ല മാമച്ചായ, അലീനയെ നമുക്ക് അറിയില്ലേ, അവളുടെ വിഷമം അറിയാം. മാമച്ചായൻ്റെ ഒരു റിലേറ്റീവില്ലേ, ഒരു DYSP, അവരും ആയിട്ട് ഒന്ന് സംസാരിക്കുക എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേസ് ആമയും രേവതി കുട്ടിയും കൂടി പറയുന്നു. അങ്ങനെ ഒരു വിധത്തിൽ മാമച്ചൻ അയാളുമായിട്ട് DYSP ആയിട്ട് സംസാരിക്കാനായിട്ട് തയ്യാറാവുകയാണ്. ഇങ്ങനെ ഈ കൂട്ടബലാത്സംഗത്തിന് ഇരയായ ഒരാളുമായിട്ട് സംസാരിക്കണം, അയാൾ ആ സംഘത്തിൽ പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ DYSP ദേഷ്യപ്പെടുകയാണ് മാമച്ചനോട്. എങ്ങനെ ഇതൊക്കെ എങ്ങനെ ഇതിലൊക്കെ കയറി ഇടപെടുന്നത്? മാമച്ചനങ്ങളുടെ എന്താ പറ്റിയത് എന്ന് പറയുമ്പോൾ, തെറ്റ് ചെയ്യാത്തവൻ നിരപരാധിയാണെങ്കിൽ വെറുതെ ആ ചെറുപ്പക്കാരൻ്റെ ഭാവി നമ്മളായിട്ട് ഇല്ലാതാക്കണോ? തെറ്റ് ചെയ്യാത്തവൻ രക്ഷപ്പെടുന്നതല്ലേ നല്ലത്. വെറുതെ ഒരു നിരപരാധിയെ ശിക്ഷിക്കണ്ടല്ലോ, ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി രോഹിതുമായിട്ട് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ മാമച്ചനങ്ങൾ പറയുന്നതും ശരി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് DYSP ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ മാമച്ചൻ പറഞ്ഞ പ്രകാരം രോഹിത്തിനെ അവരെല്ലാം അറസ്റ്റ് ചെയ്ത് ക്യാമ്പിലേക്ക് അയാൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് രോഹിത്തിനോട് ചോദിക്കും, അന്ന് എന്താണ് സംഭവിച്ചത്, സത്യം മാത്രമേ പറയാവൂ. രോഹിത് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ രോഹിത് ആ ഒരു നീച പ്രവൃത്തി ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസമല്ല, നിൻ്റെ ചേച്ചിയുടെ വിശ്വാസം. അത് പ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അലീനയാണ് അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് അറിയുമ്പോൾ രോഹിത്തിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ അന്നുണ്ടായ സംഭവങ്ങളെല്ലാം രോഹിത് DYSPയോട് തുറന്നു പറയുന്നു. ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പിന്നെ താൻ എന്തിനാ പോലീസിനോടെല്ലാം സമ്മതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ സമ്മതിക്കാതിരിക്കും? അവരെന്നെ അത്രയും ഉപദ്രവിച്ചു. ഒടുവിൽ ഞാൻ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്താൻ ഞാനും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ രോഹിത്. ശരി, എന്തായാലും നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, നിനക്ക് രക്ഷപ്പെടാം. എന്തെങ്കിലും ഒരു വഴി ദൈവം നിനക്കായി തരും. നിൻ്റെ ചേച്ചിയാണ് ഇതിനെല്ലാം കാരണം. എന്നെ ഇവിടെ വരുത്തിയതും നിന്നോട് സംസാരിക്കണം ഉള്ള എല്ലാത്തിനും കാരണം നിൻ്റെ ചേച്ചിയാണെന്നെല്ലാം DYSP പറയുന്നുണ്ട്. രോഹിത്തിൽ ഒരിക്കലും സ്വയം ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ആ ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ശരിയെന്ന് പറഞ്ഞിട്ട് DYSP മാന്യമായിട്ട് തന്നെയാണ് കേട്ടോ രോഹിത്തിനോട് സംസാരിച്ചതും അവിടുന്ന് പോയതും എല്ലാം. അതിനുശേഷം രോഹിത്തിൻ്റെ വീട്ടിലേക്ക് ഈ DYSPയും മാമച്ചനങ്ങളും കൂടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ പുറത്ത് കാറ് വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ മാമച്ചനെയും DYSPയും കാണുമ്പോൾ ബാലചന്ദ്രൻ സംശയത്തോടെ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, ആരാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടിയുടെ അങ്കിളാ, അവരുടെ ഒരു റിലേറ്റീവാണ് ആ പോലീസ് ഓഫീസർ എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള്. അങ്ങനെ രണ്ടുപേരും കൂടി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നു. ബാലചന്ദ്രനാണെങ്കിൽ മാമച്ചനെ അഭിമുഖീകരിക്കാൻ വല്ലാത്തൊരു സങ്കോചം തോന്നുന്നുണ്ട് കേട്ടോ. പഴയ ബാലചന്ദ്രൻ മേനോനല്ല താനെന്ന് അയാൾക്കറിയാം. നാട് മുഴുവൻ അറിഞ്ഞ ഒരു ബലാത്സംഗ കേസിലെ പ്രതിയുടെ അച്ഛനാണ് എന്നുള്ള ഒരു നാണക്കേട് ബാലചന്ദ്രനുണ്ട്. അപ്പോൾ മാമച്ചനാണെങ്കിൽ അയാളുടെ മുന്നിലെത്തിയിട്ട് കൈ നീട്ടുമ്പോൾ അയാളൊന്ന് മടിച്ചുകൊണ്ട് ഷേക്ക് ഹാൻഡ് നൽകുമ്പോൾ ബാലചന്ദ്രൻ്റെ മുഖം താഴുന്നുണ്ട് കേട്ടോ. തുടർന്ന് മാമച്ചനങ്ങൾ പറയുന്നുണ്ട്, ഇത് ജോബി ചായൻ MG യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഞങ്ങൾ ബന്ധുക്കളാണ്. ബാലചന്ദ്രൻ മേനോൻ ബോബിച്ചിന് ഷേക്ക് ഹാൻഡൊക്കെ നൽകുന്നുണ്ട്. തുടർന്ന് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു അല്ലേ, ഒരു വിഷയം തുറന്നു കിട്ടാൻ വേണ്ടി മാമച്ചൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ അവരുടെ മുഖത്തോക്കി നോക്കിയതിന് ശേഷം മാമച്ചൻ തൻ്റെ കൂടെ വന്ന ജോബിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇദ്ദേഹം DYSP ആണ്. അലീന ഞങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. രോഹിത്തിനെ പോലീസ് ക്യാമ്പിൽ ചെന്ന് കാണാൻ വേണ്ടി രോഹിത്തുമായിട്ട് സംസാരിച്ചു. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവിടേക്ക് ഹരിശങ്കറിൻ്റെ കൂടെ പോയത് ശരിയാണ്. പക്ഷേ അതെല്ലാം കണ്ടപ്പോൾ, അവരുടെ ആ കാട്ടിക്കൂട്ടലുകളെല്ലാം കണ്ടപ്പോൾ അവൻ്റെ കൈയും കാലും ഒക്കെ വിറച്ചു. അവൻ ഒന്നിലേറെ തവണ മദ്യപിച്ചു. മറ്റൊരു തെറ്റും അവൻ ചെയ്തിട്ടില്ല. ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല എന്നെല്ലാം മാമച്ചായം പറയുമ്പോൾ അത് കേട്ട് ബാലചന്ദ്രന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് നന്ദി പറഞ്ഞ മാമച്ചനും DYSPയും കൂടി അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ അലീന അവർക്ക് അരികിലേക്ക് വരുന്നുണ്ട് കേട്ടോ. തുടർന്ന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ, ഒരു നിരപരാധി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ, ആ കുട്ടിയുടെ ഭാവി നന്നാവണ്ടേ എന്ന് ചോദിച്ച് മാമച്ചനങ്ങളും DYSPയും കൂടി യാത്ര പറഞ്ഞു പോവാണ്. അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷം അലീന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്താ മോളെ ചെയ്യേണ്ടത്, അവനെ രക്ഷിക്കണ്ടേ എന്ന് പറയുമ്പോൾ, അച്ഛൻ മുറിയിൽ ചെന്ന് കിടക്കുക, ഇങ്ങനെ നടക്കാൻ പോലും പാടില്ല എനിക്ക് എന്ന് അലീന പറയുന്നതും, എനിക്കിനി അടങ്ങിയിരിക്കാൻ പറ്റുമോ, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ, ശാന്തമായി ആലോചിച്ച് ഒരു വഴി കണ്ടുപിടിക്കാം, വെറുതെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അലീന ബാലചന്ദ്രനെ മുറിയിൽ ചെണ്ടുപോയി കിടത്തുന്നുണ്ട്. നിനക്ക് എങ്ങനെ തോന്നി മോളെ അവരെ കൊണ്ട് ഇങ്ങനെ അന്വേഷിപ്പിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ, രോഹിത്തിൻ്റെ സ്വഭാവം നമുക്ക് അറിയില്ലേ അച്ഛാ, ഹരിശങ്കറാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. രോഹിത്തിന് ഈ പറയുന്ന ധൈര്യമൊന്നുമില്ല. SPയെ പരിചയമുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ട്, ആ വഴിക്കൊന്ന് നോക്കിയാലോ. നിന്നെ അന്ന് ശിവേട്ടനും മറ്റും കോഴഞ്ചേരിക്ക് കടത്തിക്കൊണ്ട് പോയപ്പോൾ SPയെ വിളിച്ചു പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടായത് എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ, അച്ഛൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ മതി എന്ന് അലീന പറയുന്നതും, ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഫോണിൽ സംസാരിക്കുന്നത്, ചെന്ന് കാണാം, ഞാൻ അവിടം വരെ ഒന്ന് പോകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. ഇന്ന് വേണ്ട അച്ഛാ, അച്ഛൻ ഒരു ദിവസം കൂടി വിശ്രമിക്കുക എന്ന് അലീന പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് നേരെ നിൽക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്ര മേനോൻ അപ്പം തന്നെ ഫോണെടുത്ത് തൻ്റെ സ്നേഹിതനുമായിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയാണെന്ന് അറിയിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇവിടുത്തെ കാറിൽ പോകണ്ട, ഒരു ടാക്സി പിടിച്ചാൽ പോയാൽ മതി എന്ന് പറയുമ്പോൾ, അതെന്തിനാ, അച്ഛനെ ആരും തിരിച്ചറിയണ്ട, അതാണ് നല്ലതെന്ന് ബാലചന്ദ്ര മേനോനും തോന്നുന്നുണ്ട്.
അങ്ങനെ ബാലചന്ദ്ര മേനോൻ ഗോവർദ്ധനെ ഫോണിൽ വിളിച്ചിട്ട് ഒരു ടാക്സി ഏർപ്പാടാക്കുന്നുണ്ട്. അപ്പോൾ ടാക്സി എടുത്തപ്പോഴേക്കും അയാൾ വേഷം മാറി പോകാൻ ഒരുങ്ങി സിറ്റ് ഔട്ടിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ പോകാൻ നേരം അലീന പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഒരു വഴി അടഞ്ഞാലും അച്ഛൻ വിഷമിക്കരുത്, പകരം വേറെ എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ തൻ്റെ ദൗത്യം നിഷ്ഫലമായി തീരുമെന്ന് തളരാതിരിക്കാൻ വേണ്ടി ധൈര്യം പകരുകയാണെന്ന് ബാലചന്ദ്രമേനോൻ പോയി കഴിഞ്ഞ് ബാലചന്ദ്രമേനോൻ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രമേനോൻ പോയി കഴിഞ്ഞതിന് ശേഷം അലീന കൃഷ്ണജയെയും കൂട്ടി ബബിതയുടെ മുറിയിൽ എത്തുന്നുണ്ട്. അപ്പോൾ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. ബബിതയാണെങ്കിൽ മേശമേൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അലീന മുറിയിലേക്ക് കയറി വരുന്നതും ഇഷ്ടപ്പെടുന്നൊന്നുമില്ലെങ്കിലും അവൾ എതിർപ്പൊന്നും കാണിക്കുന്നില്ല. രോഹിത്തിനെ സംബന്ധിച്ച് താൻ അറിഞ്ഞ വിവരങ്ങൾ അലീന ബബിതയോടും കൃഷ്ണയെയും അറിയിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന്, ഇനി നമുക്ക് ആശ്വസിക്കാം, അത് പറയാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്നും പോവാണ്. കൃഷ്ണമോളാണ് ബാക്കി കാര്യങ്ങളെല്ലാം ബബിതയോട് വിശദീകരിച്ച് പറയുന്നത്. ഒരു റിലേറ്റീവ് വഴി അലീന ചേച്ചി അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണെന്ന് പറയുമ്പോൾ ബബിതയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. തുടർന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട്, ബബിതേച്ചി ഇനിയെങ്കിലും അലീന ചേച്ചി ഒരു ശത്രുവായിട്ട് കാണരുത്. രോഹിയേട്ടൻ എന്തുമാത്രം ദ്രോഹിച്ചതാണ് അലീന ചേച്ചിയെ. എന്നിട്ട് ഒരു ആപത്ത് വന്നപ്പോൾ രോഹിയേട്ടനും ഈ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട് അലീന ചേച്ചി എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ബബിത വെറുതെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ബാലചന്ദ്രമേനോൻ തിരിച്ചു വരുമ്പോൾ രാത്രി 9:30 മണി കഴിയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രമേനോൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് ബാലചന്ദ്രമേനോൻ അത്താഴം വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും അലീന നിർബന്ധിച്ച് അല്പം കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കാനുള്ള മരുന്നുകളൊക്കെ എടുത്തു കൊടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ പോയ കാര്യമൊന്നും നടന്നില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എസ്.പിക്ക് ഒന്നും ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. പ്രതിയെ മർദ്ദിച്ചതാണെന്ന് പറയാം, അത്ര തന്നെ. സത്യം വിളിച്ചെത്തു കൊണ്ടുവരാൻ പറയാമല്ലോ. ഞാൻ കുറ്റവാളിയല്ല എന്ന് പ്രതി നൽകിയ മൊഴി ആരെങ്കിലും മുഖവിലേക്ക് എടുക്കുമോ? കുറ്റം ചെയ്തവനും ചെയ്യാത്തവനും അത് തന്നെയല്ലേ പറയൂ. പിന്നെ ഒരു വഴിയുള്ളത് കോടതിയിൽ ചെല്ലുമ്പോൾ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരിക എന്ന് മാത്രമാണ്. ആ വിഷമവൃത്തത്തിൽ നിന്നും പുറത്തു വരാൻ ഒരു വഴി കാണാതെ അലീന ആകെ ചിന്താക്കുഴപ്പത്തിലാവുന്നുണ്ട് കേട്ടോ. ശേഷം എനിക്ക് നല്ല പരിചയമുള്ള 1-2 രാഷ്ട്രീയക്കാരുണ്ട്, ഞാൻ നാളെ അവരെ കണ്ട് സംസാരിച്ച് നോക്കട്ടെ എന്ന് ഇങ്ങനെ അലീനയെ സമാധാനിപ്പിക്കാൻ പോലെ പറയുന്നുണ്ട്. തുടർന്ന് രാഷ്ട്രീയ നേതാക്കളെ കൂട്ടുപിടിച്ച് പ്രതികളെ രക്ഷിക്കാനും കേസിന് തെളിവുകൾ നശിപ്പിക്കാനും ഉള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ ചെയ്തിരുന്നു. അത് ഏറെക്കുറെ സത്യമായിരുന്നു. അപ്പോൾ ശിവശങ്കരനും അതുപോലെ കൂട്ടരുമൊക്കെ ഹരിയെ രക്ഷിക്കാൻ വേണ്ടി എന്തിനും സന്നദ്ധരായിട്ട് അധികാരത്തോടെ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ടാക്സി വിളിച്ച് അതിൽ പുറപ്പെടാൻ നേരം ബാലചന്ദ്രമേനോൻ അലീനയോട് പറയുന്നുണ്ട്, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ശിവേട്ടനും മറ്റും ഹരിശങ്കറിനെ രക്ഷിക്കാൻ വേണ്ടി 18 ഇടവും പറ്റി പരാജയപ്പെടുത്തേക്കാണ് ഞാൻ ചെല്ലുന്നത് എന്ന് പറയുമ്പോൾ, ഹരിയെ പോലെയല്ലല്ലോ അച്ഛാ രോഹിത്ത്. ഹരിയുടെ അച്ഛൻ കുറ്റം ചെയ്ത മകന് വേണ്ടിയാണ് ഓടി നടക്കുന്നത്. അച്ഛൻ പക്ഷേ അങ്ങനെയല്ല, തെറ്റ് ചെയ്യാത്ത മകന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ മേനോനും ഒരു ആശ്വാസമാവുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ടാക്സിയിൽ കയറിയിട്ട് തനിക്ക് പരിചയമുള്ള ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയുടെ ഗ്രൂപ്പ് നേതാവുമായിട്ടുള്ള PM ജോർജിനെ ചെന്ന് കാണുന്നുണ്ട്. അപ്പോൾ വിവരങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോഴും അയാൾ കൈമലർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും, നിങ്ങളുടെ മകൻ ഒരു പക്ഷേ നിരപരാധിയായിരിക്കും, പക്ഷെ ഞാനിപ്പോൾ ആ സത്യം തെളിയിക്കാൻ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ പത്രക്കാർ അതും കൊട്ടിഘോഷിക്കും. നാറിയാൽ അടിമുടി നാറിപ്പോവുക തന്നെ. നിങ്ങളുടെ മകൻ ഒരാളെ കൊന്നിട്ട് വരട്ടെ, ഞാൻ നോക്കാം എന്നെല്ലാം പറഞ്ഞ് അയാൾ കൈമലർത്തുകയാണ്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ പലരെയും കണ്ടു നോക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം കൈമലർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ബാലേന്ദ്രൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ ആകെ തകർന്ന മട്ടിലായിരുന്നു. അലീനയ്ക്ക് മനസ്സിലായി ഇനി പ്രതീക്ഷകളൊന്നും ബാക്കിയില്ല എന്നുള്ളത്. തുടർന്ന് അലീന പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നമുക്ക് എന്തെങ്കിലും വഴി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അലീന ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ DYSP മധുസൂദനെ കാണാൻ അനുവാദം ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിക്കുമ്പോൾ, നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അത് പോലീസിനോട് ചോദിക്കുന്നതിനേക്കാൾ വക്കീലിനോട് ചോദിക്കുന്നതല്ലേ നല്ലത്. വക്കീൽ എന്ത് പറയും, നമുക്ക് കോടതിയിൽ പോയി വാദിച്ച് ജയിക്കാം, ജാമ്യത്തിന് ശ്രമിക്കാം എന്നൊക്കെയല്ലേ പറയൂ. അതല്ലാതെ എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കാം. ബാലേന്ദ്ര മേനോനാണെങ്കിൽ അതത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നുണ്ട്. അച്ഛ വേറൊന്നും നമുക്ക് നഷ്ടപ്പെടാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നീ തനിച്ച് പോകാനോ? അത് സാരമില്ല, ഞാൻ പോയിക്കോളാം.
മോളോട് അവർ മോശമായിട്ട് പെരുമാറിയേക്കും എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന DYSPയുടെ ഓഫീസിലേക്ക് എത്താണ്. അപ്പോൾ ഓഫീസിലുണ്ടായിരുന്ന ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ സമീപിച്ച് തൻ്റെ വരവിൻ്റെ ഉദ്ദേശം പറയുന്നുണ്ട് കേട്ടോ അലീന. ഒരു കാര്യം പറയാനാണ്, പരാതിയാണെങ്കിൽ താഴെ സർക്കിൾ ഓഫീസിലോ SIയുടെ കയ്യിലോ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ പരാതിയല്ല മറ്റൊരാവശ്യത്തിനാണെന്ന് പറയുന്നുണ്ട് അലീന. ശേഷം ആ കോൺസ്റ്റബിൾ DYSPയുടെ മുറിയിലേക്ക് അലീനയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. മുറിയിലെത്തിയതിന് ശേഷം DYSP ആണെങ്കിൽ അവളെ നോക്കുന്നുണ്ട് കേട്ടോ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ സാറ് ബാമച്ചായൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അലീന അങ്ങനെ മുഴുവനാക്കുന്നതിന് മുൻപ് തന്നെ ഓ മനസ്സിലായി എൻ്റെ ഒരു മറവി എന്ന് പറയുന്നുണ്ട് കേട്ടോ അയാൾ. അപ്പോൾ ഇയാൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വീണ്ടും വന്നത്? പോലീസ് ഉപദ്രവിച്ചു എന്ന് ചോദിക്കും. ഇല്ല സാർ, സാറിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. കേസിൻ്റെ കാര്യമാണോ? ജോബിച്ചിനെയും കൂട്ടി കഴിഞ്ഞ ദിവസം ആ റിട്ടയർഡ് മേജർ വന്നിരുന്നു. ഞാൻ സത്യാവസ്ഥകളൊക്കെ തുറന്ന് പറഞ്ഞിരുന്നല്ലോ. സാർ എനിക്ക് സാറിൻ്റെ ഒരു ഉപദേശം വേണം എന്ന് പറയുമ്പോൾ എൻ്റെ ഉപദേശമോ? അത് കൊള്ളാലോ, താൻ അങ്ങോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മധുസൂദനൻ കസേര കാട്ടുന്നുണ്ട്. അപ്പോൾ അലീന മടിയൊന്നും കൂടാതെ ഇരുന്ന് അലീന എന്നല്ലേ പേര് എന്ന് ചോദിക്കുമ്പോൾ അതെ, എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സർ രോഹിത് നിരപരാധിയാണെന്ന് സാർ പറഞ്ഞല്ലോ. ജോബിച്ചങ്ങളിനോടും അങ്കിളിനോടും പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരമാണെന്ന്. സത്യമായിരിക്കണമെന്നില്ല, സത്യമാണെന്ന് സാറ് തോന്നിയത് കൊണ്ടാണല്ലോ സാറ് പറഞ്ഞത്. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അവരെ അറിയിച്ചത്. അതും ചില പ്രത്യേക പരിണകൾ ഉള്ളതുകൊണ്ട് മാത്രം. സാറ് ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഒരാൾ നിരപരാധിയാണെന്ന് സത്യം പോലീസ് പറഞ്ഞാൽ അത് പുറത്തറിയിക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 4 പേരെ പിടികൂടിയിട്ട് അതിലൊരാൾ നിരപരാധിയാണെങ്കിൽ അക്കാര്യം എല്ലാവരും അറിയിക്കണ്ടേ? നിരപരാധിക്ക് നീതി കിട്ടേണ്ടേ സാർ എന്നെല്ലാം ചോദിക്കുമ്പോൾ മധുസൂദൻ്റെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അത് മറിച്ച് ചെറിയ ചിരിയോടുകൂടി പറയുന്നുണ്ട്. നിരപരാധിക്ക് നീതി കിട്ടണമെങ്കിൽ കോടതിയിൽ പോകണം. കോടതിയിൽ പോയി നീതി വാങ്ങി വരുമ്പോഴേക്കും ഒരാളുടെ അഭിമാനവും സമ്പത്തും സൽപ്പേരും കുടുംബവും എല്ലാം തകർന്നു പോവില്ലേ സാർ? അതെല്ലാം വീണ്ടെടുക്കാം. നിരപരാധിക്ക് പിന്നെ എവിടെ ചെല്ലണം, ആരെ സമീപിക്കണം എന്നെല്ലാം ചോദിക്കുമ്പോൾ മധുസൂദൻ്റെ മുഖം ചുവന്നു തുടക്കുന്നുണ്ട്. പക്ഷേ അവൾ തന്നെ ചോദ്യം ചെയ്യുകയല്ല എന്ന് തൊട്ടടുത്ത നിമിഷം അയാൾ മനസ്സിലാക്കുന്നുണ്ട്. അവളുടെ വാക്കുകളിലെ ആത്മാർത്ഥതയും മുഖത്ത് കണ്ട വേദനയും കണ്ണുകളിലെ ശാന്തതയും എല്ലാം അതിൽ വ്യക്തമാവുന്നുണ്ട് കേട്ടോ. നിരപരാധിയാണെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ടാൽ കോടതി നിരപരാധി എന്ന് തെളിയിക്കപ്പെടുന്നതുവരെ ഒരു കുറ്റവാളി അനുഭവിക്കേണ്ട എല്ലാ ശാരീരികവും മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെയാണ് നിയമവ്യവസ്ഥകൾ. കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും അലീനം ഒഴിവാക്കുന്നതിന് മുമ്പേ മധുസൂദനൻ ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഒരു നിരപരാധി രക്ഷിക്കപ്പെടുന്നതാണല്ലോ നിയമം. ആ പഴുതിലുള്ള ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടുന്നുമുണ്ട്. നിരപരാധികൾക്ക് വേണ്ടി ഇനിയും ആനുകൂല്യങ്ങൾ അനുവദിച്ചാലും അതെല്ലാം കുറ്റവാളികളുടെ ദുരുപയോഗപ്പെടുത്തും. സാറ് പോലീസ് വിചാരിച്ചാലും നിരപരാധികൾക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന് ചോദിക്കുമ്പോൾ കുറ്റവാളികളെ പിടികൂടാൻ വേണ്ടി മാത്രമല്ലല്ലോ പോലീസ്, നിരപരാധിയെ രക്ഷിക്കാൻ കൂടിയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ മധുസൂദനൻ. ശേഷം ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ആ വീട്ടുകാരാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ സ്വമേധയാ വന്നതാണ് എന്ന് പറയുന്നതും നീ അവിടുത്തെ ജോലിക്കാർ മാത്രമല്ല, നീ എന്തിനാ അവരുടെ പ്രശ്നങ്ങളിലെല്ലാം തലയിടുന്നത് എന്ന് മധുസൂദനൻ ചോദിക്കുമ്പോൾ ഞാൻ അവരെയെല്ലാം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടയ്ക്കുകയാണ് കേട്ടോ അലീന. അവിടുത്തെ അച്ഛൻ ഹൃദയരോഗിയാണ്, അമ്മ ഹോസ്പിറ്റലിലാണ്. കുട്ടികളാണെങ്കിൽ അപമാനം കാരണം സ്കൂളിൽ പോലും അവർക്ക് പോകാൻ കഴിയുന്നില്ല. എനിക്ക് അവരെ ഉപേക്ഷിച്ച് പോകാനും വയ്യ സാർ, എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ നേരെ കൈകൾ കൂപ്പി അപേക്ഷിക്കുകയാണ് കേട്ടോ അലീന. തുടർന്ന് DYSP അലീനയുടെ നേർക്ക് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടി മൊഴി നൽകണം. രോഹിത് കുറ്റക്കാരനല്ല എന്ന്. ആ പെൺകുട്ടിയുടെ വിശദമൊഴി ഇതുവരെ എടുത്തിട്ടില്ല. അവൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അലീനയുടെ മുഖത്ത് ഒരു പ്രകാശം പരക്കുന്നുണ്ട്. സാർ എന്നാണ് മൊഴിയെടുക്കുന്നത്? കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം, ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ. അതുമില്ലെങ്കിൽ അതിനു മുൻപ് ഞാൻ ആ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചാലോ എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം. ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ കടുത്ത പോലീസ് കാവലിലാണ്. അടുത്ത ബന്ധുക്കളെയും മഹിളാ പ്രവർത്തകരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും മാത്രമേ അകത്തേക്ക് കയറ്റിവിടുന്നുള്ളൂ. കോട്ടയത്ത് ഒരു പെൺകുട്ടി ഇത്തരം കേസിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനം. അതിനാൽ ഹോസ്പിറ്റലിൽ പോയി കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും സാർ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ
അപ്പോഴും ചില തടസ്സങ്ങളുണ്ട്. ചില സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാം അവരുടെ പിന്നിലുണ്ട്. പെൺകുട്ടികളുടെ ബന്ധുജനങ്ങളും സ്ഥലവാസികളെല്ലാം വളരെയധികം ദേഷ്യത്തിലാണ്. അതുകൊണ്ട് ഈ 4 പ്രതികളെയും കയ്യിൽ കിട്ടിയാൽ ഒരു അസ്ഥികഷ്ണം പോലും അവരെ അവശേഷിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മധുസൂദനൻ. എങ്ങനെ നീ അവളെ കാണാൻ ആ വീട്ടിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അവൾ മൊഴി മാറ്റി പറഞ്ഞാൽ സത്യം ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ. അവളെ ഞാൻ പറഞ്ഞ് സംസാരിച്ചോളാം, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎസ്പിയോട് നന്ദിയും പറഞ്ഞുകൊണ്ട് അലീന വരുമ്പോൾ ഒരു പുതിയ പ്രതീക്ഷ അലീനയുടെ മുഖത്ത് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അലീന ബാലചന്ദ്രനോട് തൻ്റെ എല്ലാ കാര്യങ്ങളും ഡിവൈഎസ്പി പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. അങ്ങനെ ശരണ്യയെ കാണാൻ പോകാൻ തന്നെ ഉറച്ച തീരുമാനമെടുക്കുന്നുണ്ട് കേട്ടോ അലീന. പിറ്റേന്ന് പേപ്പറിലൊരു വാർത്ത കാണുന്നുണ്ട്. അത് ബാലചന്ദ്രൻ മേനോനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അലീന. അതായത് അന്ത്യനാട് സ്ത്രീ പീഡന കേസിലെ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് മാറ്റി എന്നുള്ളതാണ് വാർത്തയുടെ ഉള്ളടക്കം. അപ്പോൾ ബാലചന്ദ്ര മേനോന് ചോദ്യഭാവത്തിൽ അലീനയെ നോക്കുന്നുണ്ട്. അവിടം വരെ ഒന്ന് പോയാലോ അച്ഛാ, ഒന്ന് കുട്ടിയെ ആശ്വസിപ്പിക്കാം, 2 സത്യം പറയാനുള്ള ധൈര്യം ആ കുട്ടിക്ക് കൊടുക്കാം എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഫേസ് ചെയ്യണ്ടേ? അവർ പലതും ചോദിക്കും, അതിനെല്ലാം മറുപടി പറയണ്ടേ? നീ എന്ത് പറയും, അവരോട് ആരാണെന്ന് പറയും എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എനിക്കൊന്നും അറിയില്ല അച്ഛാ, ആ സമയത്ത് ഞാൻ എന്ത് പറയണമെന്ന് ദൈവം എന്നെ കൊണ്ട് തോന്നിപ്പിക്കും എന്ന് പറയുമ്പോൾ നീ ഒറ്റയ്ക്ക് പോകണ്ട, കൃഷ്ണമോളെയും വിളിച്ചുകൊണ്ട് പോക്കോ, അല്ലെങ്കിൽ ഗോവർദ്ധനോട് പറയാം, നിനക്കൊരു കൂട്ടുവരാൻ പറയാം എന്നെല്ലാം ബാലേന്ദ്രൻ പറയുമ്പോൾ അലീന അതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അലീന ശരണ്യയെ കാണാനായിട്ട് പുറപ്പെടുന്നു. അപ്പോൾ താൻ വന്നു പെട്ടിരിക്കുന്നത് ഒരു കോളനിയിലാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ളതെല്ലാം അലുമിനിയം ആസ്പെറ്റോസ് കൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കോൺക്രീറ്റ് ഭവനങ്ങളും കാണാം. അങ്ങനെ ഓട്ടോക്കാരനെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അലീന മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ട ഒരു സ്ത്രീയോട് ശരണ്യയുടെ വീട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ ആ പേര് കേട്ടുന്നതും അലീനയെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ അവർ. അങ്ങനെ ആ സ്ത്രീ തൊട്ടടുത്തുള്ള ഒരു വീടാണെന്ന് അലീനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അലീന വീടിൻ്റെ മുറ്റത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അലീനയെ കണ്ട ഉടനെ തന്നെ ആരാന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യയെ കാണാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ വരാന്തയിലും മുറ്റത്തിലുമൊക്കെ ഉണ്ടായിരുന്നവർ പരസ്പരം സംശയിച്ച് നോക്കുകയാണ്. തുടർന്ന് പരിക്കുള്ള മുഖമുള്ള ഒരു യുവാവ് മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് കുട്ടി ഏതാ എവിടുന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കടപ്പാട്ടൂരിൽ നിന്ന് വരികയാണ് എന്ന് പറയുമ്പോൾ കടപ്പാട്ടൂരിൽ എവിടെയാണ് വീട്, തലയും താടിയും നരച്ച ഒരാൾ കടപ്പാട്ടൂരിലെ തനിക്ക് നല്ല പരിചയക്കാരനെന്ന് വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെടുമ്പുരക്കിലെന്നാണ് പറയുമ്പോൾ ആ നരച്ച ആളുടെ നെറ്റി ചുളിയുന്നുണ്ട് കേട്ടോ. സ്വർണ്ണക്കടയിലേക്കുള്ള ബാലചന്ദ്രൻ മേനോൻ്റെ എന്ന് പറയുമ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ അവിടെ കൂടി നിന്നവരുടെ മുഖങ്ങളിലെല്ലാം അവരുടെ മുഖമൊക്കെ വലിഞ്ഞു മുറുകുന്നുണ്ട് കേട്ടോ. തുടർന്ന് 2 പേര് അലീനയെ സൂക്ഷിച്ച് നോക്കുമ്പോൾ മറ്റൊരാൾ പിന്നിൽ ചെന്ന് അവരെല്ലാം കൂടെ അലീനയെ വട്ടം ചുറ്റുകയാണ്. തുടർന്ന് എന്തിനിങ്ങോട്ട് വന്ന് ആരെ കാണാനാ, ഞങ്ങളുടെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അതും കണ്ട് രസിക്കാൻ വന്നിരിക്കുകയാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. നീയും നിൻ്റെ വീട്ടുകാരും ഒരിക്കലും ഗതി പിടിക്കില്ലടി, നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അലീനയുടെ നേരെ വാക്കുകൾ ചൊരിയാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ കൂടി നിന്നവരെല്ലാം പല രീതിയിലാണ് അലീനയോട് പെരുമാറുന്നത്. അങ്ങനെ അലീനയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സുകളെല്ലാം കയറി മുഖത്തും കൈമുട്ടിലുമൊക്കെ മുറിവുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. എല്ലാവരും കൂടി അലീനയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ കുതിറി മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെന്നെ വിശ്വസിക്കുക, ഞാൻ അതിനൊന്നും വന്നതല്ല എന്ന് പറയുമ്പോഴും അലീനയുടെ കണ്ണിലൊരു പ്രകാശം ഉണ്ടായിരുന്നു. തനിക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ ഒന്നും പോകുന്നില്ല, ശരണ്യയെ കാണണമെന്നൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു അവരുടെ ആ കണ്ണുകളിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അലീന ശരണ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. സാജി എന്നൊരു യുവാവും അലീനയെ അവരുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേന്ന് അലീന സജിയുടെ പെങ്ങൾ കൊടുത്ത ചുരിദാറും ഇട്ട് തിരികെ ആ വീട്ടിലേക്ക് വീണ്ടും വരുന്നുണ്ട്.
അപ്പോൾ അവളെ കാണുന്നത് സജിയുടെ അമ്മ മോളെന്താ ഇവിടേക്ക് വീണ്ടും വന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന ഒന്നും പറയുന്നില്ല. അങ്ങനെ ആ ഡ്രസ്സ് തിരികെ കൊടുത്തതിന് ശേഷം ശരണ്യയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് കേട്ടോ അലീന. അങ്ങനെ ശരണ്യയുടെ അമ്മ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ ശരണ്യയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ കണ്ണിൽ ജീവൻ പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആകെ തകർന്നതുപോലെ കാണുമ്പോൾ അലീന അവൾക്കരികിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവളുടെ നെറ്റിയിലും മുടിയിലും എല്ലാം മെല്ലെ തഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്നേഹം കിട്ടിയതുപോലെ ശരണ്യ പെട്ടെന്ന് തന്നെ അലീനയുടെ തോളിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. പോട്ടെ മോളെ എന്ന് ചോദിച്ച് ഒരക്ഷരം മിണ്ടാതെ അലീന ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ. എന്നാൽ ആ വീട്ടിൽ എല്ലാവരും കൂടെ ചേർന്ന് അലീനയെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരോ കേസ് കൊടുത്തത് പ്രകാരം അലീനയെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസുകാർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അലീന തനിക്കതിൽ പരാതിയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ അവരാരും തന്നെ ഉപദ്രവിച്ചില്ലെന്നും അലീന പറയുന്നുണ്ട്. ആ സമയത്ത് കോളനിയിലും പോലീസ് വന്ന് ഒരു പെൺകുട്ടിയെ നിങ്ങൾ എല്ലാവരും കൂടി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവരെല്ലാം ഭയന്ന് അവിടെ നിന്ന് മാറുകയാണ് കേട്ടോ ചെയ്യുന്നത്. അലീന തങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടില്ലെന്ന് അതോടുകൂടി അലീനയുടെ സകല ദേഷ്യവും അവർക്ക് എല്ലാവരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ശരണ്യയെ കാണാനായിട്ട് അലീന പോകുന്നുണ്ട്. അപ്പോൾ അലീനയെ കാണുന്നതും ശരണ്യയുടെ മുഖത്ത് പ്രതീക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ മോളെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്? ഈ റൂമിൽ തന്നെ ഇരുന്നാൽ മതിയോ? മോളുടെ ജീവിതം എവിടെയും തീർന്നു പോയിട്ടില്ല, ഇനിയുമുണ്ട് മോൾക്ക് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ജനവാതിലെല്ലാം തുറന്നിടുമ്പോൾ ശരണ്യയാണെങ്കിൽ മുഖം പൊത്തിക്കൊണ്ട് വേണ്ട ചേച്ചി അതൊന്നും തുറക്കണ്ട, എല്ലാവരും എന്നെ കണ്ടാൽ തുറച്ചു നോക്കും, എനിക്കെന്തോ സംഭവിച്ചതുപോലെയാണ് എല്ലാവരുടെയും പെരുമാറ്റം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാനോ കൂടെ കൂടാനോ ആളുകളുണ്ടാവും, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഭയന്ന് പുറകോട്ട് നിന്നാൽ നീ എവിടെയും എത്താൻ പോകുന്നില്ല, ദേ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ടെങ്കിലും ശരണ്യെ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അലീന എഴുന്നേറ്റ് ചെന്ന് ജനലും വാതിലും ഒക്കെ തുറന്നിടുന്നുണ്ട്. മുറിക്കുള്ളിലേക്ക് കാറ്റും വെളിച്ചമൊക്കെ കടന്നു വരുന്നു. ചൂളിപ്പോയത് പോലെ ശരണ്യ കൈപ്പടം കൈകൊണ്ട് മറച്ചു പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവളുടെ ദുർബലമായിട്ടുള്ള കൈകളിൽ പിടിച്ചിട്ട് അങ്ങനെ തളർന്നു പോകരുത്, നമുക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മൾ നമ്മുടെ ജീവിതം തകർന്നു പോയി എന്ന് വിചാരിച്ചാൽ നമ്മൾ കാണുന്നവരും അങ്ങനെ തന്നെ വിചാരിക്കില്ലേ? അങ്ങനെയൊന്നും നമ്മളെ തകർക്കാൻ പറ്റില്ലെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അലീന അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തുടർന്ന് തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അലീന ശരണ്യയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരണ്യയ്ക്ക് നിർബന്ധിച്ച് കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് അലീന. അങ്ങനെ അലീനയുടെ ആ വരവ് ശരണ്യയ്ക്ക് ഒരുപാട് ആശ്വാസമാകുന്നുണ്ട് കേട്ടോ. ശരണ്യയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അലീന അവളുടെ പഠിത്തത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അവളോട് സംസാരിക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിലേക്കൊക്കെ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. കണ്ട സിനിമകൾ, കൂട്ടുകാരികൾ, കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം അലീനയോടായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ തൻ്റെ മകള് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ ശരണ്യയുടെ അമ്മയ്ക്കാണെങ്കിലും അമ്മയുടെ കണ്ണുകളാണെങ്കിലും നിറഞ്ഞു തുളുമ്പി പോവാണ്. തുടർന്ന് അലീന തൻ്റെ മടിയിലേക്ക് അവളെ ചായ്ച്ച് കിടത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരു അനിയത്തി എനിക്കുണ്ട്, രേവതിക്കുട്ടി എന്നാണ് അവളുടെ പേര്, എൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കും, ഞാൻ അവളുടെ മുടിയെല്ലാം കൊടുക്കും എന്നെല്ലാം പറയുമ്പോൾ ചേച്ചിയുടെ വീട് എവിടെയാ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ചോദിക്കുമ്പോൾ അലീന താൻ ഒരു അനാഥയാണെന്നും അച്ഛനും അമ്മയും അറിയാതെയാണ് 22 വർഷങ്ങൾ ജീവിച്ചത് എന്നുള്ള കാര്യം ശരണ്യയോട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയുടെ കഥ കേൾക്കുന്നതും ശരണ്യയുടെ കണ്ണുകൾ നിറഞ്ഞു പോവാണ്. അപ്പോൾ ഇതുപോലൊരു ചേച്ചി തനിക്കുണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ലായിരുന്നു എന്ന് ശരണ്യയ്ക്കും തോന്നിപ്പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനും അലീനയും കൂടിയിട്ട് രോഹിത്തിനെ കാണാനായിട്ട് സബ് ജയിലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രോഹിത് അവരുടെ അടുത്തേക്ക് വരാനോ സംസാരിക്കാനോ ഒന്നും കൂട്ടാക്കുന്നില്ല. ബാലചന്ദ്രൻ്റെ കൂടെ അലീനയെ കാണുന്നതും രോഹിത് ദേഷ്യത്തിൽ അലീനയെ നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അവനോട് സംസാരിക്കുന്ന, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിന്നെ രക്ഷിക്കാം, ഞങ്ങൾ നോക്കുന്നുണ്ട്, നിന്നെ പുറത്തിറങ്ങിയിരിക്കും എന്നെല്ലാം ആത്മവിശ്വാസത്തോടെ ബാലചന്ദ്രൻ പറയുമ്പോൾ രോഹിത്തിനാണെങ്കിൽ ഒരു പ്രതീക്ഷയിൽ ഞാൻ എന്തിനി പുറത്തിറങ്ങുന്നത് എന്ന മട്ടിൽ ഒരു നിൽപ്പാണ് കേട്ടോ.
ശേഷം അച്ഛൻ വിഷമിക്കേണ്ട, അവനെ നമുക്ക് പഴയതുപോലെ മിടുക്കനാക്കി എടുക്കാം, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ വീണ്ടും കോടതിയിൽ റിമാൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കോടതിയിൽ എത്തുന്ന ദിവസം അലീന വീണ്ടും ശരണ്യയെ കാണാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശരണ്യയോട് പറയുന്നുണ്ട്, മോളോട് ഒരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയുമോ, അന്ന് ആ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ 4 പേര്. അതിന് അവരെയൊക്കെ നീ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ തലയ്ക്ക് വല്ലാതെ തല ചുറ്റുന്ന പോലെ തോന്നി, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ ഒരവസ്ഥയായിരുന്നു. അവരെല്ലാവരും നിന്നെ ഉപദ്രവിച്ചു. അതിൽ 3 പേരെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ മറ്റൊരാൾ എന്തോ കണ്ട് ഭയന്നു മാറി നിൽക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വല്ലാത്ത ഒന്നും ഓർമ്മയില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ശരണ്യ. തുടർന്ന് രോഹിതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരെല്ലാവരും എന്നെ ഉപദ്രവിക്കാൻ നോക്കിയതാണ്. ഹരിശങ്കറിനെ വലയിൽ വീണു പോയതാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഹരിശങ്കർ എന്നോടൊരു ദ്രോഹം ചെയ്യായിരുന്നു. അത് ഞാൻ ക്ഷമിച്ചത് അവൻ ഒരു ചാൻസ് കൊടുക്കാനാണ്. അന്ന് ആ ചാൻസ് കൊടുത്തത് കൊണ്ടാണ് അവൻ ഇത്രയും വലിയ നീച പ്രവൃത്തി ചെയ്തത്. അങ്ങനെയെല്ലാം ശരണ്യോട് പറയുന്നുണ്ട് കേട്ടോ. മോളെ, അതിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. വെറുതെ ആ ചെറുപ്പക്കാരൻ്റെ ഭാവി നശിപ്പിക്കണോ? രോഹിത്, അത് ഞാൻ നിൽക്കുന്ന വീട്ടിലെയാണ്. എൻ്റെ അനുജനാണ് അവൻ. ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനുള്ള ത്രാണി അവനെക്കൊണ്ട് ചെയ്യിച്ചതെല്ലാം ഹരിശങ്കറാണ്. ആ 3 തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി രക്ഷപ്പെടേണ്ട മോളെ. നീ കോടതിയിൽ വരുമ്പോൾ നിന്നോട് ചോദിക്കും, എന്താ ചേച്ചി പറയുന്നത്, ഇവരെല്ലാവരും കൂടി ചേർന്നല്ലേ നിന്നെ ഉപദ്രവിച്ചത് എന്ന് പറയുമ്പോൾ ഉപദ്രവിക്കാത്ത ആളുടെ പേര് നീ എന്തിന് കോടതിയിൽ പറയണം? അങ്ങനെ ശരണ്യെ പറ്റുന്ന വിധത്തിലെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അലീന. അങ്ങനെ അലീനയുടെ വാക്കുകളിൽ നിന്നും തന്നെ ഉപദ്രവിക്കാത്ത രോഹിത്തിനെതിരെ താൻ ഒരിക്കലും കള്ളപ്പരാതി നൽകുന്നതെന്നും ആ ഒരു കാര്യം കോടതിയിൽ വെച്ച് തുറന്നു പറയാനുള്ള ഒരു കാര്യവും ശരണ്യ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ കോടതി കൂടുന്ന ദിവസം അലീനയും ബാലചന്ദ്രനും എല്ലാം വക്കീലന്മാരൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ കോടതിയിലെത്തുന്നത്. വളരെ ജിജ്ഞാസയോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്ത് സംഭവിക്കും? ഇന്നലെ താൻ പറഞ്ഞതെല്ലാം ശരണ്യ മറന്നു പോയിട്ടുണ്ടാവുമോ? ബാലചന്ദ്രനാണെങ്കിൽ ആകെ ടെൻഷനോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ആ കയ്യിൽ തൊട്ടുകൊണ്ട് അലീന പറയും, അച്ഛനൊന്ന് സമാധാനമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല, രോഹിത്തിന് രക്ഷപ്പെടും എന്നുള്ള കാര്യം ഉറപ്പുണ്ട്. ആ പെൺകുട്ടി അവൾ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല അച്ഛാ. അവൾക്ക് ഇന്നലെ ആത്മവിശ്വാസം പകർന്നുകൊണ്ടാണ് ഞാൻ വന്നത്. എല്ലാ വശവും ഞാൻ അവളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവൾക്ക് മനസാക്ഷി എന്നുണ്ടെങ്കിൽ അവൾ എല്ലാ സത്യവും സത്യസന്ധമായിട്ട് തന്നെ അവിടെ പറയും. തെറ്റ് ചെയ്യാത്ത രോഹിതിനെ നമുക്ക് രക്ഷിക്കാനാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോടതിയിൽ കേസ് വാദം തുടങ്ങാണ്. ശരണ്യയെ കോടതിയിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 ചെറുപ്പക്കാർ ചേർന്നാണോ നിന്നെ ഉപദ്രവിച്ചത് എന്ന് ചോദിക്കുന്നതും അവൾ 4 പേരെയും നോക്കുന്നുണ്ട്. ഈ ഹരിശങ്കറുമായിട്ട് ഞാൻ പ്രണയത്തിലായിരുന്നു, എല്ലാ കഥകളും പറഞ്ഞ് ആ കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്നും കേക്ക് കട്ടിംഗ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. വഴിയിൽ വെച്ച് അയാൾ എനിക്ക് വാട്ടർ കുടിക്കാൻ തന്നു. അത് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ക്ഷീണവും തലകറക്കവും ഒക്കെ അനുഭവപ്പെട്ടത്. 3 പേരും എന്നെ മാറി മാറി ഉപദ്രവിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അതിലൊരാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അയാൾ എല്ലാം കണ്ട് ഭയന്നതുപോലെ വിട്ടു നിൽക്കുകയായിരുന്നു. ആരാണ് അയാൾ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ശരണ്യ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ആണ്. അവൻ്റെ പേര് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ശരണ്യ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെ കൂട്ടത്തിൽ മുമ്പ് നീ എന്നെ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് അവരെ ഒന്നും പരിചയമില്ല, ഹരിശങ്കറിനെ മാത്രമേ എനിക്ക് നേരത്തെ അറിയാവൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കോടതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ പറയാൻ മാത്രം നിനക്ക് എങ്ങനെ ധൈര്യം കിട്ടി? നീ അബോധാവസ്ഥയിലായിരുന്നില്ലേ എന്ന് മാറി മാറി ചോദിക്കുമ്പോൾ അലീന തന്നെ മുന്നിൽ നിർത്തി ഇത് എന്ത് ചോദ്യമാണെന്ന് ചോദിച്ച് അലീന തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തിന് ജാമ്യം ലഭിക്കുന്നുണ്ട്. രോഹിത് ആണെങ്കിലോ അച്ഛനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. മോനെ, നീ എന്നോടെല്ലാം നന്ദി പറയേണ്ടത് നിൻ്റെ ചേച്ചിയോടാണ്. അവളാണ് നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത്. ശരണ്യയെ കൊണ്ട് കണ്ടതും അവളെ കൊണ്ട് സത്യം ബോധ്യപ്പെടുത്തതും അവളെ കൊണ്ട് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചതും എല്ലാം അലീനയാണ്. ഒടുവിൽ അലീനയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് രോഹിത് മാപ്പ് പറയാണ് കേട്ടോ ചെയ്യുന്നത്. അലീനയുടെ മഹത്വം രോഹിത് മനസ്സിലാക്കുന്നു. പക്ഷേ വീട്ടിലേക്ക് വരാനും എല്ലാവർക്കും മുഖം കൊടുക്കാനും രോഹിത്തിന് മനസ്സ് വരുന്നില്ല. തുടർന്ന് അലീന രേവതി കുട്ടിയെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം അലീന രേവതി കുട്ടിയൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ രോഹിത് ജാമ്യത്തിലിറങ്ങിയ ശേഷം കുറച്ച് ദിവസം രോഹിത്തിനെ എവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം, അതായിരിക്കും നല്ലത്. അവൻ്റെ മനസ്സിന് നല്ല ധൈര്യം കൊടുക്കണം. അവനാകെ തകർന്നു പോയിരിക്കുന്നു.
എന്ന് പറയുമ്പോൾ രോഹിതിനെ എനിക്ക് വിട്ടുതാ ചേച്ചി, ഞാൻ അവനെ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അങ്ങനെ മാമച്ചൻ്റെയും ഗ്രേസാമ്മയുടെയും വീട്ടിലേക്ക് രോഹിതിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഴതോരും മുൻപേ സീരിയലിൻ്റെ വളരെ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്